Awareness Part 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ അവയർനെസ് പാർട്ട് 5 CHSL ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 2019 CHSL അഥവാ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുള്ള ഇത് റെയിൽവേക്കും വരാം SSCക്കും വരാം ഈ ക്വസ്റ്റ്യൻസ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, CHSL 2019 ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പാർട്ട് 5. ലിറ്റിൽ ബിറ്റ് ലെങ്തി ആയിരിക്കും വീഡിയോ, ബട്ട് ട്രൈ ടു വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉള്ള പോർഷൻസും ഇതിൽ ഡിസ്കസ് ചെയ്യും. ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് സിമ്പിൾ ഓഫ് ടിന്ന്? ടിന്നിൻ്റെ സിമ്പിൾ എന്താ? ടിന്നിൻ്റെ സിമ്പിൾ എന്താ? SN ആണ്. SN ആണ് ടിന്നിൻ്റെ സിമ്പിൾ. SI എന്തിൻ്റെ? SI വേറെയുള്ളതൊന്നും നമുക്കില്ല. SI എന്ന് പറയുന്നത് എന്തിൻ്റെ സിമ്പിളാണ്? സിലിക്കണിൻ്റെ സിമ്പിളാണ്. സിലിക്കണിൻ്റെ സിമ്പിളാണ്. ഓക്കെ, SI എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടിന്നിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസസ് ആണ് നോക്കാൻ പോകുന്നത്. ടിന്നിൻ്റെ സിമ്പിൾ SN ആണ്. ഗ്രൂപ്പ് ഏതാ? 14ാമത്തെ ഗ്രൂപ്പാണ്. 5ാമത്തെ പീരീഡാണ്. P ബ്ലോക്ക് എലമെൻ്റ് ആണ്. ടിന്നിൻ്റെ SN ആണ്. അതിൻ്റെ ഇത് അറ്റോമിക് നമ്പർ എത്രയാണ്? 50 ആണ്. 50 ആണ് ടിന്നിൻ്റെ അറ്റോമിക് നമ്പർ. 50 ആണ് ടിന്നിൻ്റെ അറ്റോമിക് നമ്പർ. ഗ്രൂപ്പ് 14. അതേപോലെ പീരീഡ് 5, ബ്ലോക്ക് P ആണ്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ പീരിയോഡിക് ടേബിൾ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സാധനത്തിനെ ഓക്കെ നടന്നോട്ടെ. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത്. കേട്ടോ, പീരിയോഡിക് ടേബിളിൻ്റെ ഇങ്ങനെ കാണുന്ന സാധനത്തിനാണ് നമ്മൾ പീരീഡ്സ്. ഇങ്ങനെ കാണുന്ന സാധനത്തിന് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കേട്ടോ, ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് 14ാമത്തെ ഗ്രൂപ്പിലാണ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. നമ്പർ എത്രയാണ്? 14. ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 32. SN ടിന്നിൻ്റെത് 50. അങ്ങനെ ലെഡിൻ്റെ എത്രയാണ്? 82 ആണ് ലെഡിൻ്റെ. അതേപോലെ FL ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. 15ാമത്തെ ഗ്രൂപ്പിലാണ് നൈട്രജൻ ഉള്ളത്. നൈട്രജനാണ് 15ാമത്തെ ഗ്രൂപ്പിലുള്ളത്. ഫോസ്ഫറസ് 15 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പേഴ്സസ് ആണ്. ആഴ്സനിക് 33 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അത് 15 ആണ് ആൻറ്റിമണിയുടെ. ആൻറ്റിമണീൻ്റെ എത്ര? 51 ആണ്. 51 ആൻറ്റിമണി. ബിസ്മിത്ത് എത്ര? 83 ആണ്. 83 ആണ് ബിസ്മിത്ത് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ ഗ്രൂപ്പ് ഏതാ? ഓക്സിജൻ്റെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അറ്റോമിക് നമ്പർ. സൾഫർ 14. SiPiS. ഓക്കെ, സൾഫർ എത്ര? 16 ആണ് അറ്റോമിക് നമ്പർ. സെലീനിയം 34. ഫ്ലൂറിയം 56. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. 17ാം ഗ്രൂപ്പ് എലമെൻസസ് ആണ്. ഓക്കെ, 17ാം ഗ്രൂപ്പ് എലമെൻസസ് ആണ്. ക്ലോറിൻ എത്രയാണ്? 17. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ അഥവാ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ബ്രോമിൻ്റെ 35 ആണ്. ബ്രോമിൻ. അയഡിൻ 53. പിന്നെ നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എന്താ? അറ്റോമിക് നമ്പർ 10 ആണ്. 18ാം ഗ്രൂപ്പാണ്. അതേപോലെ ആർഗൻ്റെ എത്രയാണ്? 18. 36 ആണ് ക്രിപ്റ്റോണിൻ്റെ. സിനോണിൻ്റെ 54. റാഡോണിൻ്റെ ഇത്. ഈ ഗ്രൂപ്പിനാണ് നമ്മൾ എന്താണ് പറയുക? നോബൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് ആണ്. 17ാമത്തെ ഗ്രൂപ്പിനാണ് നമ്മൾ 17ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹാലോജൻസ് എന്ന് പറയും. ഹാലോജൻസ് എന്ന് പറയും. ഉപ്പുണ്ടാക്കുന്ന സാധനമാണ്. അതാണ് ഫ്ലൂറിൻ 9, ക്ലോറിൻ 17, 53 അയോഡിൻ എന്നുള്ളത്. പിന്നെ അസറ്റാറ്റിൻസ് 85
ഇനി ഇതിൽ മെയിനായിട്ട് ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 13 ഗ്രൂപ്പിലാണ് 5 ആണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. 13 യെസ് AL. ഗാലിയത്തിൻ്റെത് 31, ഗാലിയത്തിൻ്റെ 31, ഇൻഡിയത്തിൻ്റെ 49, ടെലൂരിയം ആണ്. പിന്നെ അടുത്തൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ആണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. 29 ആണ് കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 28. 47. ഗോൾഡിൻ്റെ 79. ഗോൾഡിൻ്റെ 79 ആണ്. 9. സിൽവറിൻ്റെ 47. കോപ്പറിൻ്റെ 29. 28. അതേപോലെ പെലേഡിയത്തിൻ്റെ ഇതാ 46. പ്ലാറ്റിനം എത്രയാണ്? പ്ലാറ്റിനം എത്രയാണ്? 78. പ്ലാറ്റിനം 78. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് കോപ്പർ 11ാമത്തെ ഗ്രൂപ്പാണ്. അതേപോലെ സിൽവറിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാ? AG ആണ്. 47 ആണ്. പിന്നീട് വരുന്ന സിങ്കിൻ്റെ എത്ര? 70. സിങ്ക് 70 ആണ്. 12ാമത്തെ ഗ്രൂപ്പാണ്. പിന്നെ അലുമിനിയം 13 ആണ്. 13ാമത്തെ ഗ്രൂപ്പാണ്. കാർബൺ 14ാമത്തെ ഗ്രൂപ്പാണ്. 14ാമത്തെ ഗ്രൂപ്പാണ്. 2ാമത്തെ പീരീഡാണ്. അതേപോലെ 14 സിലിക്കൺ 7th 15ാമത്തെ ഗ്രൂപ്പാണ്. ഫോസ്ഫറസ് 15ാമത്തെ ഗ്രൂപ്പാണ്. 15 ഓക്കെ 15. അതേപോലെ 16 സൾഫർ 16ാമത്തെ ഗ്രൂപ്പാണ്. ഓക്കെ. ഓക്സിജൻ 8 16ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റ്ലിൻ എന്നുള്ളത്. ഇതാണ്. ഓക്കെ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിക്കൽ 28. ഓക്കെ ഇമ്പോർട്ടൻ്റ്. ഇത് എന്താ ഇതിൻ്റെ നമ്പർ എത്രയെന്ന് ചോദിക്കും. കുറച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. ഏതിൻ്റെ ടിന്നിൻ്റെ മെയിൻ ആയിട്ടുള്ള അലോയ്സസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ബ്രോൺസ് ZE ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ZE വേണ്ട എന്നുള്ളതാണ്. അഥവാ ZN വേണ്ട എന്നുള്ളതാണ്. സിങ്ക് വേണ്ട. അപ്പോൾ കോപ്പറും ടിന്നും കൂടി കൂടിയ സാധനമാണ്. എത്രയാണ്? 90% കോപ്പറും 10% ടിന്നും ഉള്ളതാണ് ബ്രൗൺസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കോയിൻ മേക്കിംഗ് ആൻഡ് ഓർണമെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്രൗൺസ് എന്ന് പറയുന്നത് കോപ്പർ 90%, ടിൻ 10%. ഇനി ബെൽ മെറ്റലിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് മാറും. 77% കോപ്പറും അതേപോലെ 23% ടിന്നുമാണ്. 77% കോപ്പറും പിന്നെ 23% ടിന്നുമാണ് ഉള്ളത്. ബെല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ബെല്ലുണ്ടാക്കാനുള്ള ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പ്ലംബർ ഷോൾഡർ എന്ന് പറയുന്നത് PB67 അഥവാ പിന്നെ ZN 33%. 33% സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ വേറെ പ്രത്യേകത ഫ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ പറഞ്ഞാൽ ടിന്നും ലെഡും കൂടി ചേർന്ന സാധനമാണ്. ഫ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. വുഡ്സ് മെറ്റൽ എന്ന് പറയുന്നത് എന്താ? വുഡ്സ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ബിസ്മിത്ത് BI 50%. അതേപോലെ PB 25%. SN പിന്നെ കാഡ്മിയം കൂടിയതാണ്. ഫ്യൂസിൻ്റെ പ്ലഗും അതേപോലെ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലേഴ്സും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. BIയും PB ഇതിൽ കോമ്പോസിഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് BI, PB, SN, കാഡ്മിയം, CD കൂടി ചേർന്നിട്ടാണ് വുഡ്സ് മെറ്റൽ ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂസ് പ്ലഗ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് പ്രിൻ്റ് ദ കറൻസി നോട്ട്സ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. RBI ആണ്.
നോട്ട് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. ഇനി ഇതിൽ ഓരോ ബാങ്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? നബാബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ICICI ബാങ്കിനെ കുറിച്ച്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ RBIനെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, കുറച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നബാബിൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 1982-ലാണ്. 1982-ലാണ്. 12 ജൂലൈ 1982-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ മുംബൈ ആണ്. മുംബൈ. ശിവരാമൻ കമ്മിറ്റി അറിയാലോ. ശിവരാമൻ കമ്മിറ്റി ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ടിൻ്റെ പേരാണ് നബാബ് ആക്ട് അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് 1981. വർഷം മുമ്പാണ് ആക്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ICICI ബാങ്കിൻ്റെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ICICI ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ മുംബൈ ആണ്. മുംബൈ. ഫുൾ ഫോം എന്താ? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. 1994 വഡോദരയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 1994 വഡോദരയിലാണ്. വഡോദര ഇവിടെ ഗുജറാത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫാക്ട്സ് ആണ് ബാങ്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ. ICICI ബാങ്കാണ് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് കൊണ്ടുവന്ന ആദ്യത്തെ ബാങ്കാണ് ICICI ബാങ്ക്സസ്. ATM ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? HSBC ബാങ്കാണ് ATM ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1987 നവംബർ മുംബൈയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ദ ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് പബ്ലിക് ബാങ്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ക്രെഡിറ്റ് കാർഡ്. ICICI ബാങ്കാണ് ഫസ്റ്റ് ബാങ്ക് ടു പ്രൊവൈഡ് മൊബൈൽ ATMs കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്? ICICI ബാങ്ക്. ഓക്കെ. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റി പറയുമ്പോൾ, ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആയിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? മുംബൈയിലാണ്. മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. 1 ജൂലൈ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡേറ്റ് 8 when ബാങ്ക് ഓഫ് കൽക്കട്ട ആയിരുന്നു 1900 ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കൽക്കട്ട ലേറ്റർ കോൾഡ് ബാങ്ക് ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 1921 3 ബാങ്ക്സസ് ഉണ്ടായിരുന്നു. ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ എന്നത് കൂടി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായത്. ഇംപീരിയൽ ബാങ്ക് ഏതൊക്കെ കൂടി ചേർന്നാണ്? ബംഗാള്, ബോംബെ, ഇത് 3 കൂടി ചേർന്നിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഉണ്ടായത്. അത് 1955 SBI ആവുകയായിരുന്നു. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടാഗ് ലൈൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റി വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഫൗണ്ട് ചെയ്തിരിക്കുന്ന 1935 കൽക്കട്ടയിലായിരുന്നു. 1935 ഏപ്രിൽ 1 കൽക്കട്ടയിലായിരുന്നു ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയാണ്. ഓക്കെ. മുംബൈക്ക് മാറ്റിയ വർഷം ഏതാണ്? നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡിഡ് ദ ഷക്രിയ കമ്മീഷൻ സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട്? ഷക്രിയ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടതാണ്. 1988 ഷക്രിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 1988 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ബേസ് ചെയ്തുള്ളതാണ്. 1988 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഷക്രിയ കമ്മീഷൻ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ? ഇതാണ്
നെഹ കാർത്യ നുമാതി ബറൗണി പൈപ്പ് ലൈൻ. ഇതാണ് ഈ പൈപ്പ് ലൈനാണ്. ഇതിൻ്റെ പേര് കറക്റ്റായി വായിക്കാൻ കഴിയുന്നില്ല. ജസ്റ്റ് ലുക്ക് ഇറ്റ്. നഹാർ കട്യ നുമാട്ടി ബറാണി പൈപ്പ് ലൈൻ ആണ്. അത് വന്ന വർഷം ഏതാണ്? 1962 നഹർ കട്ടി നുമാട്ടി ബറൂണി എന്നുള്ളതാണ്. എത്രയാണ് അതിൻ്റെ ലെങ്ത്ത്? 1167 ആണ്. 1167. ഇതൊക്കെ അതിൻ്റെ റൂട്ടുകളാണ്. ഒരുപാട് ഇന്ത്യയിൽ പൈപ്പ് ലൈൻസസ് ഉണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ വീഡിയോൻ്റെ ടൈമിന് കുഴപ്പം ഉള്ളതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ. ലോട്ടസ് ടെമ്പിൾ. ന്യൂഡൽഹീസ് ലോട്ടസ് ടെമ്പിൾ വാസ് ഡിസൈൻഡ് ബൈ ആൻ ആർക്കിടെക്ട് ഓഫ്. ഇറാനിൻ്റെ മോഡലാണ്. ഇറാനി ആർക്കിടെക്റ്റ് ആണ്. ലോട്ടസ് ടെമ്പിൾ എവിടെയുള്ളത്? ന്യൂഡൽഹിയിലാണ് ലോട്ടസ് ടെമ്പിൾ ഉള്ളത്. ന്യൂഡൽഹിയിലാണ് ലോട്ടസ് ടെമ്പിൾ ഉള്ളത്. ഇറാനാണ്. ലോട്ടസ് ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്ത വ്യക്തിയുടെ പേരെന്താ? ഫിർബോസ് ഷാബ. ഇത് പബ്ലിക്കിന് ഓപ്പൺ ആക്കിയ വർഷം ഏതാണ്? 1900. ഡിസംബർ 1986 ലോട്ടസ് ടെമ്പിൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫിറോസ് ഷാബയാണ് ഇത് ആർക്കിടെക്ട് ചെയ്തിരിക്കുന്നത്. ഫിർബോസ് ഷാബ. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ഓപ്ഷനിലുള്ള വേറെ കാര്യങ്ങളാണ് ജർമ്മനി ആൻഡ് UAE ആൻഡ് ജപ്പാൻ. ഇതിലെ കറൻസി ആൻഡ് ക്യാപിറ്റൽ നോക്കാം. ജർമ്മനിയുടെ ക്യാപിറ്റൽ ഏതാ? ബെർലിൻ ആണ്. യൂറോ ആണ് അവിടുത്തെ കറൻസി. ബെർലിൻ ആൻഡ് യൂറോ. ഇവിടെ നോക്കിയാൽ അറിയാം. ജർമ്മനി ബെർലിൻ. അതേപോലെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനം ഏതാ? പ്രാഗു. അതേപോലെ ആസ്ട്രിയ വിയറ്റ്നാം. അതേപോലെ നെതർലാൻഡ് ആംസ്റ്റർഡാം ആണ്. യുണൈറ്റഡ് കിങ്ഡം ഏതാണ്? ലണ്ടൻ ആണ്. ഇത് ആംസ്റ്റർഡാം. പോളണ്ട് വാർസോ ആണ് തലസ്ഥാനം. ഓക്കെ. ഇറാനെ പറ്റി പറയുമ്പോൾ എന്താ? ഇറാനിൻ്റെ കറൻസി റിയൽ ആണ്. റിയാൽ. അതിന് തെഹ്റാനാണ് അവിടുത്തെ തലസ്ഥാനം. തെഹ്റാനാണ് ഇറാൻ്റെ തലസ്ഥാനം. UAE പറ്റി പറയുമ്പോൾ അബുദാബിയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അബുദാബി. ദൃഹമാണ് അവിടുത്തെ കറൻസി. ദൃഹം. റിയാലും ദൃഹവും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസിയാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് പുട്ട് ഇൻ കമൻറ്റ്. ഓക്കെ. ജപ്പാൻ്റെ തലസ്ഥാനം ഏതാ? ടോക്കിയോ ആണ് ജപ്പാൻ്റെ തലസ്ഥാനം. യാനാണ് അവിടുത്തെ കറൻസി. ജപ്പാൻ പറഞ്ഞാൽ ഇതാണ്ടോ, ഇവിടെയാണ് ജപ്പാൻ എടുക്കുന്നത്. യാനാണ് കറൻസി. അടുത്ത ക്വസ്റ്റ്യൻ. F7 key commonly used മൈക്രോസോഫ്റ്റ് പ്രോഗ്രാം സച്ച് ആസ്. വേർഡിൽ F7 കീ എന്തിനാണ് വേണ്ടിയിട്ട്? സ്പെല്ലിംഗ് ചെക്കിനും ഗ്രാമറിനും വേണ്ടിയിട്ടാണ്. സ്പെല്ലിംഗ് ചെക്ക് ആൻഡ് ഗ്രാമറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് F7 key. What was the magnitude of Indian Ocean tsunami 2040? മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചത്. മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇൻറ്റൻസിറ്റി അല്ല. സുനാമി 2004 2004 ഇന്ത്യൻ ഓഷ്യനിലുണ്ടായ സുനാമിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 9.1 ആണ്. ഓക്കെ. 9.1 to 3 വരെയാണ് ഉള്ളത്. സുമത്ര ദ്വീപ് എവിടെ? ഇന്തോനേഷ്യയിലാണുള്ളത്. ഡിസംബർ ആണ് അപ്പോൾ സുനാമി ഉണ്ടായത്. ഡിസംബർ 26 എന്ന് പറയുന്നതാണ്. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. ഇതിൻ്റെ മുന്നേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കൺട്രിയിലുള്ള സുനാമിയുടെ സുനാമി അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ബേസ് ചെയ്തുള്ള ഫാക്ടേഴ്സ്. മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ അഥവാ റിച്ചാർഡ് സ്കെയിലുണ്ട്.
അതുപോലെ മാഗ്നിറ്റ്യൂഡ് ബേസും ഇൻറ്റൻസിറ്റി ബേസ്ഡ് സ്കെയിലിനൊക്കെ കുറിച്ച് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട്. അത് കമൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇഫ് ഇറ്റ് പോസിബിൾ സീ ദാറ്റ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസ് ചെയ്ത് മെർക്കലി ഇൻറ്റൻസിറ്റി എന്ന് പറയും. മെർക്കലി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്ര ടു 9.3 എന്ന് പറയും. ഓക്കെ, എത്രയാണ് 26 ഡിസംബർ സുനാമി ഉണ്ടായത്. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ് 9.1 to 9.3 മെഗാ ഡബ്ല്യു എന്നാണ്. ഡ്യൂറിങ് ദ ഫിനോമിന ഓഫ് അഫിലോൺ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തും സണ്ണും തമ്മിലുള്ള അപ്രോക്സിമേറ്റ് ലെങ്ത് എത്രയാണ് 152 മില്യൺ കിലോമീറ്റർ ആണ്. 152 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം, കുറച്ച് ഫാക്ട്സസ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമ്മർ സോളർ സയൻസ് ആൻഡ് നോർത്ത് ഹെമിസ്ഫിയർ ജൂൺ 21 വിൻ്റർ സോളർ സയൻസ് ആൻഡ് നോർത്ത് ഹെമിസ്ഫിയർ 22 ഡിസംബർ ആണ്. വിൻ്റർ സോളർ സയൻസ് ആൻഡ് നോർത്ത് ഹെമിസ്ഫിയർ 22 ഡിസംബർ ആണ്. സ്പ്രിംഗ് ഇക്വനക്സോ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇക്വനക്സോ എന്ന രാവിലെയും രാത്രിയും ഈക്വൽ ആയിട്ടുള്ള അവസ്ഥയാണ് ഇക്വനക്സോ എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഇക്വനക്സോ നോർത്തേൺ ഹെമിസ്ഫിയർ എത്രയാണ് 21 മാർച്ചിനാണ് തുടങ്ങുന്നത്. 21 മാർച്ച്. ഓട്ടം ഇക്വനക്സോ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഏതാണ് 23 സെപ്റ്റംബർ ആണ്. അപ്പോൾ സമ്മർ സോളർ സയൻസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ 21 ജൂൺ. വിൻ്റർ എന്താണ് 22 ഡിസംബർ. സ്പ്രിംഗ് ഇക്വനക്സോ നോർത്തേൺ ഹെമിസ്ഫിയർ 21 മാർച്ച് ആൻഡ് ഓട്ടം ഇക്വനക്സോ നോർത്തേൺ ഹെമിസ്ഫിയർ 22 സെപ്റ്റംബർ ആണ്. ഓക്കെ, അതേപോലെ അഫിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? അഫിലിയോൺ പെറിഹിലിയോൺ എന്ന് പറയുന്നത് എന്താ? When distance between earth and sun is maximum is called aphelion. ஆனால் എർത്തും ഡിസ്റ്റൻസ് മാക്സിമം ആയതിനാണ് അഫിലിയോൺ എന്ന് പറയുന്നത്. അത് 51 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് അഫിലിയോൺ എന്ന് പറയുന്നത്. 51 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സണ്ണ് മിനിമം ആവണയാണ് പെരിഹിലിയോൺ എന്ന് പറയുന്നത്. പെരിഹിലിയോൺ എത്രയാണ് 146 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. 146 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ഇക്വനക്സോ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ സ്പ്രിംഗ് ആൻഡ് ഓട്ടം. ഓക്കെ, ഇക്വനിക്സ് is the position of earth during the spring and autumn season ആണ് ഇക്വനക്സോ എന്ന് പറയുന്നത്. It is of two types, spring equinexo and autumn equinexo എന്നുള്ളതാണ്. സോളിസെൻസ് എന്നാണ് എന്താ? The position of earth during summer and winter ആണ് സോളിസെൻസ് എന്ന് പറയുന്നത്. The two types and winter സോളിസെൻസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇതാണ്. ഇനി ഇക്വനക്സസിനെ പറ്റി പറയുമ്പോൾ കണ്ടോ, ഈ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതാണ് സംഭവം ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ. അതാണ് ഈ ഇമേജസിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇക്വനക്സോ സെപ്റ്റംബർ 21 എന്ന് പറയുന്നത്. ബാത്തിയലി is the folk dance of West Bengal. ബാത്തിയലി ഫ്ലോക്ക് ഡാൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആണ്. ഇനി ഓരോ സ്റ്റേറ്റിലും ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാ സ്റ്റേറ്റിലത്തെയും എന്താ ഫ്ലോക്ക് ഡാൻസസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തമിഴ്നാടിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് ഭരതനാട്യം, കുമ്മി, കോലാട്ടം, കാവടി.
ഭരതനാട്യം, കുമ്മി, കോലാട്ടം, കവടി ഇത് പൊതുവെ തമിഴ്നാട്ടിലത്തെയാണ്. ഇത് മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്താണ് കർണാടക. കർണാടകയിലത്തെ സാധനങ്ങളാണ് യക്ഷഗാന. യക്ഷഗാന കർണാടകയിലാണ്. ഹട്ടാർ കർണാടകയിലാണ്. അതേപോലെ സുഗി കർണാടകയിലെയാണ്. കുനിത കർണാടകയിലാണ്. അതേപോലെ കർഗ കർണാടകയിലാണ്. അതേപോലെ ലാംബി കർണാടകയിലാണ്. ഓക്കെ. വെസ്റ്റ് ബംഗാളത്തെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഏതൊക്കെയാണ്? കാത്തി, ഗംഭീര, ദാലി, ജാത്ര, ബാലു, മരാസ്യ, മഹൽ, കീർത്താൻ ഇതൊക്കെയാണ് അവിടുത്തേത്. ഓക്കെ, ഇത് നോട്ട് ചെയ്യുക. പ്രൊനൗൺസിയേഷനിൽ ചെറിയ മിസ്റ്റേക്സസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, കാത്തിയും ഗംഭാരയും ജാത്രയും അവിടുത്തെ മെയിനായിട്ടുള്ള സാധനമാണ്. മഹൽ, കീർത്തന. ഇനി വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ 25 ഡിഗ്രി സെൽഷ്യസ്? 25 ഡിഗ്രി സെൽഷ്യസ് എന്നത്ര 77 ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയാണ്? 1498 കിലോമീറ്ററാണ്. 1498 കിലോമീറ്ററാണ് വെള്ളത്തിൽ അഥവാ ഡിസ്റ്റിൽഡ് വാട്ടറിലുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പക്ഷേ നമ്മൾ എയറിലുള്ള സ്പീഡ് എത്രയാ? 343 മീറ്റർ പെർ സെക്കൻഡാണ്. എയറിലുള്ള സ്പീഡ് എത്രയാ? 343 മീറ്റർ പെർ സെക്കൻഡ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സൗണ്ടിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പുട്ട് ഇൻ കമൻറ്റ്. ഓക്കെ. നാഷണൽ ഗെയിം ഓഫ് ഭൂട്ടാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഗെയിം ഓഫ് ഭൂട്ടാൻ എന്താ? ആർച്ചറിയാണ്. ആർച്ചറി, അമ്പെയ്ത്താണ് നാഷണൽ ഗെയിം ഓഫ് ഭൂട്ടാൻ എന്നറിയപ്പെടുന്നത്. നമുക്കിതിൽ ഈ 3 ഗെയിംസും ഈ 4 ഗെയിംസും ഉള്ള രാജ്യങ്ങളെ പറ്റി നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. നാഷണൽ ഗെയിംസസ് ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, മംഗോളിയൻ്റെ ആണ് ആർച്ചറി വരുന്നുണ്ട്. മംഗോളിയയുടെ നാഷണൽ ഗെയിമാണ് ആർച്ചറി. അതേപോലെ മംഗോളിയൻ റെസ്ലിംഗ്, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ മംഗോളിയൻ്റെയാണ്. റെസ്ലിംഗ്, ആർച്ചറി ആൻഡ് ഹോഴ്സ് റൈഡിങ്. ഭൂട്ടാൻ്റെയും ആർച്ചറിയാണ് നാഷണൽ ഗെയിം. ഷൂട്ടിംഗ് വരുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെയാണ് ഷൂട്ടിംഗ് വരുന്നത്. ജിംനാസ്റ്റിക്. ഓക്കെ, അതേപോലെ സ്വിറ്റ്സർലാൻഡിലുള്ള വേൾഡ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് പുട്ട് ഇൻ കമൻറ്റ്. ജിംനാസ്റ്റിക്സ് ആണ് ഷൂട്ടിംഗ് ഗെയിംസസ്. ജിംനാസ്റ്റിക് അതേപോലെ ഷൂട്ടിങ്സും സ്വിറ്റ്സർലാൻഡിൻ്റെ നാഷണൽ ഗെയിംസസ് ആണ്. ടാക്കോ വോഡോ എന്ന് പറഞ്ഞാൽ ടാക് വോണ്ടോ എന്ന് പറയുന്നത് നാഷണൽ ഗെയിം ഓഫ് സൗത്ത് കൊറിയയാണ് ടാക് വോണ്ടോ എന്ന് പറയുന്നത്. പിന്നെ റെസ്ലിംഗ് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ നാഷണൽ ഗെയിം റെസ്ലിംഗ് ആണ്. ഇറാൻ്റെ നാഷണൽ ഗെയിം ഏതാ? റെസ്ലിംഗ് ആണ്. അതേപോലെ ജപ്പാൻ്റെത് ഏതാ? സുമോ റെസ്ലിംഗ് ആണ് ജപ്പാൻ്റെത്. ടർക്കിയുടെ ഏതാ? ഓയിൽ റെസ്ലിംഗ് ആണ്. ഓയിൽ റെസ്ലിംഗ് ടർക്കിയുടെ നാഷണൽ ഗെയിമാണ്. ടർക്കിയുടെ നാഷണൽ ഗെയിം ഏതാ? ഓയിൽ റെസ്ലിംഗ്. സുമോ റെസ്ലിംഗ് ജപ്പാൻ്റെ. അതേപോലെ ഇറാൻ്റെ ഏതാണ്? വെറും റെസ്ലിംഗ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി ഹാസ് ഹയസ്റ്റ് ഷെയർ ഇൻ ഇന്ത്യ GDP? ഹയസ്റ്റ് ഷെയർ ഇൻ ഇന്ത്യ GDP ഏതാണ്? സർവീസ് സെക്ടേഴ്സാണ്. ഇന്ത്യൻ GDPയിൽ ഏറ്റവും കൂടുതൽ ഷെയർ തരുന്നത് സർവീസ് സെക്ടേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഈസ് ടു ട്രെയിൻ ഇന്ത്യൻ ഫൈറ്റർ സർജൻ ടു എനേബിൾ മോണിറ്റർ ഹെൽത്ത് ആസ്ട്രോനോട്ട് സെലക്ട് ഫോർ ഹ്യൂമൻ സ്പേസ് ഗഗൻയാൻ മിഷൻ്റെ ഫ്ലൈറ്റ് സർജന് മോണിറ്ററും ഹെൽത്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസിൻ്റെ തലസ്ഥാനം ഏതാ? പാരീസാണ്. USA അറിയാലോ, വാഷിങ്ടൺ, റഷ്യ, മോസ്കോ ഇതൊക്കെ അറിയാം. ഓക്കെ, ഫ്രാൻസിൻ്റെ പാരീസാണ്. കറൻസി ഫ്രാങ്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ following article of Indian Constitution has provision to constitution of legislature states? ഏതാണ്? ആർട്ടിക്കിൾ 168 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചർ ഇൻ സ്റ്റേറ്റ് എന്നുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ
168 ആണ്, ആർട്ടിക്കിൾ 168. ഇനി ഈ 4 ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 167 എന്താണ്? ആർട്ടിക്കിൾ 167 ഡ്യൂട്ടി ഓഫ് ചീഫ് മിനിസ്റ്റർ ആസ് റെസ്പെക്ട് ടു ദ ഫർണിഷിംഗ് ഇൻഫർമേഷൻസ് ഓഫ് ഗവർണർ എക്സെട്ര ടു ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഡ്യൂട്ടി ഓഫ് ചീഫ് മിനിസ്റ്റർ ആസ് റെസ്പെക്ട് ഫർണിഷ് ഇൻഫർമേഷൻ ടു ഗവൺമെൻറ് എക്സെട്ര ദ ഡ്യൂട്ടി ഓഫ് ചീഫ് മിനിസ്റ്റർ ടു ഈച്ച് സ്റ്റേറ്റ്. ചില കാര്യങ്ങൾ ഗവർണർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 167 ആർട്ടിക്കിൾ 167 എന്ന് പറഞ്ഞാൽ അതാണ്. ആർട്ടിക്കിൾ 168 എന്താ? അതാണ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട സാധനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ഇൻ സ്റ്റേറ്റ് എന്നാണ്. ആർട്ടിക്കിൾ 163 എന്ന് പറഞ്ഞാൽ എന്താ? കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ. എയ്ഡ് ചെയ്യുക, ഗവർണറിനെ എയ്ഡ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 163യുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ. ആർട്ടിക്കിൾ 165 എന്താ? ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ ഫോർ ദ സ്റ്റേറ്റ് ആണ് 165 എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് ആണ് 165. ഇനി അടുത്തത്, ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത് നാസിം ഉൽ മുൽക്ക് ആണ് ഹൈദരാബാദ് സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് ആരാണെന്ന് നോക്കാം. ഓക്കെ, ദ ഓൾഡ് ഫോർട്ടസ് ടൗൺസ് ഓഫ് ഗോൽക്കൊണ്ട ഹാഡ് ബീൻ പ്രൂവ്ഡ് inadequate as the king. So about 5091 Muhammad Quli Qutb Shah, the 5th of the Qutb Shah, built the city called Hyderabad city ആരാ ബിൽഡ് ചെയ്തിരിക്കുന്നത്? മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ്. ഓക്കെ, ഈ ഹൈദരാബാദ് സിറ്റി ഏത് റിവറിൻ്റെ അടുത്താണ്? മൂഷി റിവറിൻ്റെ അടുത്താണ്, ഈസ്റ്റ് ബാങ്ക്സസ്, ഷോർട്ട് ഗോൽക്കൊണ്ട. 1591 മുഹമ്മദ് കുലി കുത്തബ് ഷായാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾ. ഇത് ബിൽഡ് ചെയ്ത ആളാണ് നാസിം ഉൽ മുൽക്ക്. അതേപോലെ സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ ഉൽ മുൽക്ക് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ആസ് ഫൗണ്ടേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ്, the Viceroy of Deccan. Nasim was the head of executive judicial department and source of civil. ഓക്കെ, അതേപോലെ മുൽക്കാണ് വേറെയും ഇതിൽ പറയുന്നത്. ഏതെങ്കിലും ഓപ്ഷൻ വന്നാൽ കൊടുക്കുക, അതാണ് ഇതിൽ വേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് ഡു നോട്ട് വെൽ ഡിഫറൻഷിയേറ്റ് ബോഡി എന്ന് പറയുന്നത്? താലോഫൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ മുഹമ്മദ് കുലി കുത്തബ് ഷായോ അതേപോലെ നാസിം ഉൽ മുൽക്ക് എന്ന് പറയുന്ന ആളായാലോ ഏതാ ഓപ്ഷനിൽ വരുന്നത് അതിനനുസരിച്ച് അറിയാനുള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് ഡസ് നോട്ട് ഹാവ് എ വെൽ ഡിഫറൻഷിയേറ്റഡ് ബോഡി എന്ന് പറയുന്നത്? വെൽ ഡിഫറൻഷിയേറ്റഡ് ബോഡി ഇല്ലാത്തത് ഏതാ? താലോഫൈറ്റിക് ആണ്. ഓക്കെ, ഈ വെൽ ഡിഫറൻഷിയേറ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലീഫും സ്റ്റെമ്മും ഒക്കെ തിരിച്ചറിയണ അവസ്ഥ എന്ന് പറയുന്നത്. ലീഫ്, സ്റ്റെമ്മ്, വേര് ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ ജിംനോസ്പേമിനുണ്ട്, പെറിഡോഫൈറ്റിനും ഉണ്ട്, അതേപോലെ ബ്രയോഫൈറ്റിനും ഉണ്ട്. ദ ഫേമസ് ഗുപ്ത പീരീഡ് ദശാവതാര ടെമ്പിൾ, ദ ഏർലിയസ്റ്റ് recognized as Dashavatara temple as East Panjayadan temple in North India located at ദിയോഗ്രയിലാണ് ദ്വാരകേശ്വര ടെമ്പിളിലെ ഗുപ്തന്മാരുടെ കാലത്തുള്ളതാണ്, ഗുപ്ത പീരീഡിലുള്ളതാണ് ദശാവതാര ടെമ്പിൾ ദിയോഗ്രയിലാണ്. വിഷ്ണു ടെമ്പിളാണ്. ദിയോഗ്ര എവിടെയാണ്? ദിയോഗ്ര ഉത്തർപ്രദേശിലാണ്. ഏത് റിവറിൻ്റെ അടുത്താണ്? ബാട്ട്വ റിവറിൻ്റെ അടുത്താണ്. ഓക്കെ, വിഷ്ണു ടെമ്പിളാണ്, ഉത്തർപ്രദേശിലാണ്, ബാട്ട്വ റിവറിൻ്റെ അടുത്താണ്. ഓക്കെ, ഇത് ചോദിച്ച് താമ്പിച്ച ക്വസ്റ്റ്യനാണ്. ഓസോൺ ലെയർ ഫൗണ്ട് ചെയ്യുന്നത് ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണ്? ഏത് ലെയറിലാണ്?
സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണുന്നത്. പിന്നെ in the field of computing, what does ENIAC stand for? Electronic Numerical Integrator and Computer. Electronic Numerical Integrator and Computer എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ജോൺ മെച്ച്ലി ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. 1942 കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏതാണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. 1943 to 1945 ഫസ്റ്റ് ലാർജ് സ്കെയിൽ കമ്പ്യൂട്ടർ ടു റൺ ഇലക്ട്രോണിക്കലി സ്പീഡ് വിത്തൗട്ട് മെക്കാനിക്കൽ പാർട്ട് എന്നുള്ളത്. അതാണ് ഫസ്റ്റായിട്ട് ലാർജ് സ്കെയിലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ജോൺ. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇതിൻ്റെ മുന്നുള്ള വീഡിയോ കാണുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ചില പോർഷൻസ് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ.